നമുക്ക് എബ്രായലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരാം. എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കിൽ ശിശു സുന്ദരൻ എന്ന അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിച്ചു വെച്ചു. കുഞ്ഞ് ജനിച്ചു. മോശ ജനിച്ചപ്പോ എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്ന പോലെയാണ് മോശ ജനിച്ചത്. പക്ഷെ അമ്മയപ്പന്മാർ അവന്റെ മുഖത്ത് നോക്കിയപ്പോ എന്തോ ഒരു പ്രത്യേകത. എന്താ കണ്ട പ്രത്യേകത? സുന്ദരൻ എന്ന് കണ്ടല്ലേ. ഏതെങ്കിലും അമ്മയപ്പന്മാർക്ക് മക്കള് സൗന്ദര്യമില്ലാത്തവരെന്ന് തോന്നുമോ? ചിലപ്പോൾ തോന്നിയേക്കുമായിരിക്കും, എനിക്കറിയില്ല. എനിക്ക് എൻ്റെ മക്കളെല്ലാവരും ലോകത്തിലേക്കും സൗന്ദര്യമുള്ളവരാണെന്നാണ് എൻ്റെ ധാരണ. അതിനോട് എല്ലാവരും യോജിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ മതി, മറ്റാരും യോജിക്കണമെന്ന് ബന്ധമുള്ള കാര്യം. അപ്പൊ മോശ ജനിച്ചപ്പോൾ മോശയുടെ മാതാപിതാക്കൾക്ക് മോശ സുന്ദരനെന്ന് തോന്നി. പക്ഷെ മറ്റു ഭാഗങ്ങൾ വായിക്കുമ്പോൾ സുന്ദരനെന്നല്ല. അപ്പോസ്തല പ്രവൃത്തി 7:20 എങ്ങനെയാ വായിക്കുന്നത്? ദിവ്യസുന്ദരൻ എന്നാണ്. സുന്ദരൻ എന്ന് പറയുന്നു, ദിവ്യസുന്ദരൻ എന്ന് പറയുന്ന വ്യത്യാസമുണ്ടല്ലേ. എന്താ ഈ ദിവ്യസുന്ദരൻ എന്ന് പറഞ്ഞാൽ? അതിനെ ഗ്രീക്കില് അസ്റ്റെയോയി ടോത്തയോ എന്നാണ്. ലാറ്റിനിൽ അതിന് പറഞ്ഞിരിക്കുന്ന വെൻസുഡിയോ, ഫെയർ ടു ഗാഡ്, ദൈവത്തിന് സൗന്ദര്യമുള്ളവനെന്നാണ്. എന്തോ അസാധാരണമായ ഒന്ന് ആ പൈതലിൽ മാതാപിതാക്കൾക്ക് കാണാനായിട്ടിടയായി. അതേക്കുറിച്ച് പറയുന്ന കർത്താവിന്റെ സൗന്ദര്യം അവർ അവന്റെ മുഖത്ത് കണ്ടുവെന്നാണ്. പിൽക്കാലത്ത് നമുക്കറിയാം, ദൈവവുമായുള്ള സംഭാഷണം വഴിയും ദൈവ സാന്നിധ്യം വഴിയും മോശയുടെ മുഖം ദൈവത്തിന്റെ മുഖം പോലെ തേജസ്സുള്ളതായി തീർന്നുവെന്ന് പുറപ്പാട് പുസ്തകം 34-ാം അധ്യായമായി. ജനിച്ചപ്പോഴേ ദൈവതേജസ്സോട് കൂടിയാണ് ജനിച്ചത്. പിന്നെ ജീവിച്ചപ്പോഴും ദൈവതേജസ് കൂടുതൽ ആരോഹണം ചെയ്തതാണ്. അതൊക്കെ നല്ല കാര്യമാണ്. പുറപ്പാട് പുസ്തകത്തിലെ 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടു എന്നാണ്. ദിവ്യസുന്ദരൻ എന്ന് പുസ്തക പ്രവൃത്തികളിലും സുന്ദരൻ എന്ന എബ്രായലേഖനത്തിലും സൗന്ദര്യമുള്ളവൻ എന്ന പുറപ്പാട് പുസ്തകത്തിലും അതിനെ ഗ്രീക്കിലും ലാറ്റിനിലും ഒക്കെ കൊടുത്തിരിക്കുന്നത് ദ ബ്യൂട്ടി ഓഫ് ഗോഡ്, ഫെയർ ടു ഗോഡ്, ബ്യൂട്ടിഫുൾ ടു ഗോഡ്, ദിവ്യസുന്ദരൻ, ദൈവത്തിന് സൗന്ദര്യമുള്ളവൻ. അപ്പൊ ഇത് വാസ്തവത്തിൽ മോശയെ കണ്ടപ്പോ ഉള്ള എന്തെങ്കിലും ഒരു പ്രത്യേകത കൊണ്ട് പറഞ്ഞതാണോ, അതോ മാതാപിതാക്കൾ ആ കുട്ടിയിൽ ദർശിച്ച ദർശനം കൊണ്ടാണ് പറഞ്ഞ ഇതൊരു ദാർശനിക പ്രസ്താവനയാണോ, ഇതോ ഒരു വാസ്തവിക പ്രസ്താവനയാണ്? ഓരോ മാതാപിതാക്കൾക്കും അവരുടെ കുഞ്ഞുങ്ങൾ വളരെ പ്രധാനപ്പെട്ടവരാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഒരു സ്നേഹിതനുണ്ട്, ഇപ്പോഴും സ്നേഹിതനാണ്, ഞങ്ങളുടെ നാട്ടിലാണ്, ഞങ്ങൾ ഒരുമിച്ച് പല ക്ലാസ്സുകൾ പഠിച്ചതാണ്. അപ്പോൾ അവന്റെ അപ്പൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, അവൻ ജനിച്ചപ്പോ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് അപ്പൻ മുറ്റത്ത് ഇറങ്ങി ആകാശത്തേക്ക് നോക്കിയപ്പോൾ പൂർണ്ണചന്ദ്രനെ കണ്ടു. അതുകൊണ്ട് അവന് ചന്ദ്രാനന്ദൻ എന്ന് പേരിട്ടു. അപ്പൊ എല്ലാ മാതാപിതാക്കൾക്കും അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ദർശനമൊക്കെ വേണം. വിശ്വാസത്തിന്റെ ദർശനമാണ്. ഇപ്പൊ മോശ പെട്ടകത്തിന്റെ അകത്ത്, മോശയുടെ പ്രിയം കൊണ്ടുവന്ന് ഞാങ്ങളുടെ ഇടയിൽ വെച്ചു. രാജകുമാരി കുളിക്കാൻ വരുന്നിടത്ത് തന്നെ വെച്ചു. ചെന്നു പെട്ടി തുറന്നപ്പോ മോശ എന്താ ചെയ്തത്? കരഞ്ഞു. നമുക്കറിയാം അല്ലേ. ഒരു വല്ലാത്ത കരഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. കരച്ചിൽ പൊതുവെ ആർക്കും ഇഷ്ടപ്പെടുന്നവരല്ല. പക്ഷേ അവിടെ നമ്മൾ വായിക്കുന്നത് രാജകുമാരിക്ക് അവനോട് ആർദ്രത, കരുണ തോന്നിയെന്നാണ്. കരഞ്ഞാൽ കരുണ തോന്നിയെന്നാണ്. മോശയുടെ കരച്ചിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കരച്ചിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചിരിയിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ സംഭാഷണത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പോക്കിലും വരവിലും നമുക്ക് ദിവ്യമായ മൂല്യങ്ങൾ കാണാൻ കഴിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വലിയവരാക്കി തീർക്കാൻ കഴിയില്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ പേരിടുന്നത് പഴയ നിയമത്തിൽ എങ്ങനെയാ? അങ്ങനെ അവന് പേരിട്ടുന്നൊക്കെ അല്ലേ. ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടാ പേരിടുന്നത്. ചിലർക്ക് മോശമായ പേരും കൊടുത്തു. നാബാൽ എന്നല്ലോ അവന്റെ പേര് പോലെ തന്നെയാണ് അവനെന്ന് ഇസ്രായേൽ പറഞ്ഞു. അങ്ങനെ ചില അമ്മപ്പന്മാരെ കൊച്ചുങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഗുണവും ഇല്ലാത്തവനെന്ന് ഒരുപക്ഷെ പേരിട്ടു അല്ലേ, അങ്ങനെയൊക്കെ ഇടും. അപ്പോ ഞാൻ പറയുന്ന ഒരു ദാർശനികത മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെ സംബന്ധിച്ചുണ്ടാകും. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു ദാർശനിക ജീവിതമാണ്. അതോ ഇങ്ങനെ വളർന്ന നിങ്ങൾക്ക് പഠിച്ച ജോലിയൊക്കെ കിട്ടി, കല്യാണമൊക്കെ കഴിച്ച് അല്ലേ, അത്രേ ഉള്ളൂ? അതോ അതിനേക്കാൾ അപ്പുറത്ത് എന്തെങ്കിലും ഒരു ദർശനമുണ്ടോ? ദർശനങ്ങളെല്ലാം യാഥാർത്ഥ്യമാകണമെന്നൊന്നുമില്ല കേട്ടോ, അത് വേറൊരു വശം. ദർശനങ്ങൾ യാഥാർത്ഥ്യമാക്കാനായിട്ട് നാം ഒരുപാട് അധ്വാനിക്കണം അതിനു വേണ്ടി. ശമൂവേൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ശമൂവേലിന്റെ അമ്മ ഒരു ദർശനം ഉണ്ടായിരുന്നു. എന്താണ്? 7 മക്കളെ പോലെ ആവില്ല എൻ്റെ മകൻ നീതിമാനും വിശുദ്ധനുമായ ഒരു പുരോഹിതനായി ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യും എന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നേർന്നത്. 7 മക്കൾ കാണിക്കുന്ന കുളിക്കരുതാടി എല്ലാം കണ്ട് മനം നൊന്നിട്ട് കരഞ്ഞും കൊണ്ടാണ് പറഞ്ഞത്, നീ എനിക്കൊരു പൈതലിനെ തന്നാൽ ഞാൻ അവനെ നിനക്ക് തരും. നിന്റെ വില ദർശനമാണ്. ദർശനമില്ലാതെ പിള്ളേരെ വളർത്തിയിട്ട് നിങ്ങൾക്ക് ദുഃഖിക്കാനല്ലാതെ വേറൊന്നും കിട്ടില്ല. ചിലർക്കൊക്കെ നല്ല മിടുക്കന്മാരായി കാശൊക്കെ ഒത്തിരി ഉണ്ടാക്കി. കാശുണ്ടാക്കിയാൽ തന്നെ ഗുണം. മാതാപിതാക്കളുടെ ദർശനമാണ് മക്കളെ വലിയവരാക്കുന്നത് എന്ന് ഞാൻ പറയട്ടെ. അസാധാരണമായ എന്തോ ഒന്ന് പൈതലില് മാതാപിതാക്കന്മാർ കണ്ടു.
ആ കണ്ടത് എന്താന്ന് ചോദിച്ചാൽ കർത്താവിന്റെ സൗന്ദര്യം അവന്റെ മേൽ വസിച്ചു എന്നാണ്. കർത്താവിന്റെ സൗന്ദര്യം ഒരു ഒരു ദിവ്യസുന്ദരൻ എന്നാണ്. ദിവ്യസുന്ദരൻ, ഡിവൈൻലി ബ്യൂട്ടിഫുൾ. അവന്റെ മുഖത്ത് നോക്കിയപ്പോ ഒരു ദൈവ തേജസ് അവന്റെ മുഖത്ത് കണ്ടു. ദൈവം അവന്റെ പ്രസാദിച്ചതുപോലെ അവന്റെ മുഖത്ത് കണ്ടു. അപ്പോ മോശ അങ്ങനെ ജനനത്തിങ്കിൽ തന്നെ ഒരു ദിവ്യത്വം നിറഞ്ഞവൻ, ദിവ്യത്വം എന്ന് പറഞ്ഞ ഡിയറ്റി എന്നുള്ള അർത്ഥത്തിലല്ല, ദൈവ സ്വഭാവം നിറഞ്ഞവൻ, ഒരു ദൈവ നന്മ നിറഞ്ഞവൻ. നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് വരാം. മോശയെ കുറിച്ചാണല്ലോ പറയുന്നത്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. അപ്പോ താൻ പ്രായമായി മുതിർന്നു. എത്ര വയസ്സായി എന്ന് എനിക്കറിയില്ല. ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് തന്റെ കൊറോണേഷൻ നടക്കാനുള്ള സമയം, അതായത് അന്നത്തെ ഫറവോന് ഒരു പുത്രി ഉണ്ടായിരുന്നുള്ളൂ, ആൺമക്കളൊന്നും ഉണ്ടായിരുന്നില്ല, ഒരൊറ്റ മകളെ ഉണ്ടായിരുന്നു. ആ മകള് വിവാഹിതയായിരുന്നു, പക്ഷെ അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോശയെ ദത്തെടുക്കുന്നത്. അപ്പോൾ മോശ ആരാന്ന് ചോദിച്ചാൽ ഫറവോന്റെ കൊട്ടാരത്തിലെ ദത്തുപുത്രനാണ്. അപ്പോൾ അടുത്ത ഫറവോനായിട്ട് അവനെ കിരീടധാരണം ചെയ്യാനായിട്ട്, അവനെ ക്രൗൺ ചെയ്യാൻ, കിരീടധാരണം ചെയ്യാനായിട്ടുള്ള ഒരുക്കങ്ങൾ കൊട്ടാരത്തിൽ നടക്കുകയാണ്. മോശ അത് മണത്തു, ഞാൻ അടുത്ത ആളാകാൻ പോവാ. 40 വർഷം കൊട്ടാരത്തിൽ കഴിഞ്ഞു, പിന്നെ 40 വർഷം വിദ്യാന്യം പോയി, പിന്നെ 40 വർഷം ദൈവനത്തെ നടത്തി. അങ്ങനെ 120 വർഷം മൂന്നായിട്ടാണ് ഭാഗിക്കുന്നത്. അപ്പോൾ 40-ാമത്തെ വയസ്സിലാണ് ഏകദേശം ഈ കൊറോണേഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് താൻ എന്ത് ചെയ്തു? തൻ്റെ സഹോദരന്മാരെ കാണാൻ, അല്ല, ഈ പാടത്ത് പണിയെടുക്കുന്ന ഇഷ്ടി ഉണ്ടാക്കുന്ന ആ വേർത്ത് കുളിച്ച തീച്ചുളയെടുത്ത് നിൽക്കുന്നവരാണ് ഇവന്റെ സഹോദരൻ. അവനോട് ആര് പറഞ്ഞു? 3 വയസ്സുള്ളപ്പോൾ അവന്റെ അമ്മ ഫറവോന്റെ പുത്രിക്ക് കൊണ്ട് കൊടുത്തതാ. 3 വയസ്സാകുമ്പോൾ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് വേറെ ആടെ കൊടുത്ത് വളർത്താൻ കൊടുത്തെന്ന് ചോദിച്ചാൽ അനാഥശാലയെ കൊണ്ട് കൊടുത്തു. ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അതിന്റെ യഥാർത്ഥ മാതാപിതാക്കളെ കുറിച്ചോ സഹോദരങ്ങളെ കുറിച്ചോ വല്ല അറിവും ഉണ്ടാവും? നമ്മുടെ കുട്ടികൾ മോശക്കുണ്ടായിരുന്നു, അത് വേറെ വിഷയം. സാധാരണഗതിയിൽ ഉണ്ടാവില്ല. പക്ഷെ മോശ തന്റെ സഹോദരന്മാരെ കാണാൻ പോയത്. അപ്പൊ ഞാൻ ചോദിക്കുന്ന, അതാണ് തന്റെ സഹോദരന്മാരൻ എന്ന് തന്നോട് ആര് പറഞ്ഞു? അമ്മ പറഞ്ഞെന്ന് വിചാരിച്ചുള്ളൂ 3 വയസ്സിന് മുമ്പ്, മോനെ നിന്റെ സഹോദരന്മാരതാണ്. പക്ഷെ ഇപ്പൊ 37 വർഷം കഴിഞ്ഞു. 37 വർഷം കൊട്ടാരത്തിലെ എല്ലാ വിദ്യയിലും അവൻ ട്രെയിൻഡായി, വെൽ ട്രെയിൻഡ്. രാജാവാകാനുള്ളതായിരിക്കുന്ന ട്രെയിൻ. സകല ജ്ഞാനത്തിലും മോശ മുതിർന്നതാണ്, സകല ജ്ഞാനത്തിലും. അപ്പൊ ഈ 37 വർഷത്തെ കൊട്ടാരത്തിലെ ട്രെയിനിങ് ഒരു ഈജിപ്ഷ്യനെ പോലെയാണ്, ഒരു മിസ്രൈമിനായിട്ടാണ് ഇവനെ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പൊ ഈ 37 വർഷം അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നിട്ട് 40 വയസ്സ് തികയുമ്പോൾ ഇവൻ സഹോദരന്മാരെ കാണാൻ പോയി. ആര് പറഞ്ഞിട്ടാ പോയത്? അല്ല, ചിന്തിച്ചു നോക്കിയാൽ വലിയ ഭയങ്കരമാണ് അല്ലേ? കൊട്ടാരത്തിലെ സമൃദ്ധമായ ജീവിതം, സുഖകരമായ ജീവിതം, മിസ്രൈമിന്റെ അടുത്ത് ഫറവോനാകാൻ പോകുന്നതായിരിക്കുന്ന ആള്, താൻ അവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ടാ പോയത്? സഹോദരന്മാരെ കാണാൻ എങ്ങോട്ടാ പോയത്? പ്ലെയിൻ എടുത്ത് കാനഡയ്ക്കാണോ? ഇന്നിപ്പോ സഹോദരന്മാരെ കാണുന്ന കാനഡയ്ക്കും വേല ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഞാൻ വിചാരിക്കും ഒരു തോർത്തും ഒക്കെ കൊടുത്ത് അല്ലേ, ഒക്കെ ചുമന്ന് നിൽക്കുന്നത്. ഈ വരുന്നതാണ് ആരാ? രാജകുമാരൻ. അപ്പൊ അവിടെയാണ് ഈ വിശ്വാസ ജീവിതത്തിന്റെ വലിയൊരു മാതൃക ചെപ്പെന്നൊക്കെ പറയില്ലേ, അവിടെയാണ്. കൊട്ടാരത്തിൽ വെച്ച മാതൃക ചെപ്പ് താൻ തുറന്നു. അപ്പൊ എങ്ങനെയായിരിക്കും മോശ ഈ യാഥാർത്ഥ്യം കണ്ടെത്തിയത്? എനിക്ക് 3 വയസ്സുള്ളപ്പോൾ കുഞ്ചുവേശിയുടെ മടിയിലിരുന്ന് കുഞ്ചുവേശി എനിക്ക് കരിമ്പ് ഇങ്ങനെ കുറിച്ചു തരുന്നതും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഓർക്കുന്നുണ്ട്. അതെന്റെ ആദ്യത്തെ ഓർമ്മ. നല്ല ഓർമ്മയായിട്ട് തന്നെ ഇരിക്കട്ടെ, ഞാൻ എന്നും വെച്ചങ്ങ് ഓർത്തുകൊണ്ടിരിക്കും. പക്ഷെ 3-ാമത്തെ വയസ്സിലെ സഹോദരന് ജാതിയെക്കുറിച്ചോ വർഗത്തെക്കുറിച്ചോ ഒക്കെ ഓർമ്മയുണ്ടായിരുന്നു? ഒന്നുമില്ല. അതെന്താ? അപ്പൊ ഈ മോശയ്ക്ക് എങ്ങനെയാ ഇത് ഓർക്കാനിടയായത്? മോശയ്ക്ക് ഓർക്കാനിടയായത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, അക്കാലത്ത് മിസ്രൈമ്യർക്ക് ഉണ്ടായതിരുന്ന ഒരു അടയാളം മോശയുടെ ശരീരത്തിലുണ്ടായി, പരിച്ഛേദന. മോശയുടെ അമ്മ എന്നും അവനെ കുളിപ്പിക്കുമ്പോഴും മൂത്രം ഒഴിക്കുമ്പോഴും അവിടേക്ക് നോക്കുന്നു. ഇവിടെ നോക്കി, മറ്റാ പിള്ളേർക്കൊന്നും ഇല്ലാത്ത മുറിവ് നിന്റെ ദേഹത്തുണ്ട്, നീ ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഈ മുറിവ് മുറിച്ച് ആ രക്തത്തിൽ നീ ഒരു ഉടമ്പടി ദൈവവുമായി ചെയ്തിട്ടുണ്ട്. എന്താണ്? യഹോവയാണ് നിന്റെ ദൈവം. ഈ മുറിവുള്ളവർ തന്നെ മാത്രമാണ് നിന്റെ സഹോദരന്മാർ. മോശയ്ക്ക് അത് ഓർക്കാനായിട്ടൊരു മുഖാന്തരം ഉണ്ടായിരുന്നു. അടി കിട്ടിയോണ്ടല്ലേ ഓർക്കുന്നത്? കണ്ടോ, വേദന വന്നുകൊണ്ടാണ് ഓർക്കുന്നത്. അപ്പൊ മോശ വരന്നപ്പോ മോശ പറഞ്ഞു, കൊട്ടാരത്തിലെ ആളുകളൊന്നും എൻ്റെ ഇടവകപ്പെട്ട ആളുകളല്ല, അവർക്കൊന്നും എൻ്റെ ശരീരത്തിലുള്ളതായിരിക്കുന്ന മുറിവ് അവരുടെ ശരീരത്തില്ല. അവരൊക്കെ അഗ്രചർമ്മികളാണ്, ഞാൻ പരിച്ഛേദനയേറ്റയാണ്. അതുകൊണ്ട് അവരുടെ ഇടയിലേക്ക് താനെ ഓടിപ്പോയി. പിന്നെ വേറെ ഒരു കാര്യം കാണും. മോശയുടെ അപ്പനും അമ്മയും ഒക്കെ ഇഷ്ടപ്പണി ചെയ്തായിരിക്കുമല്ലോ അക്കാലങ്ങളിൽ ഒരുപക്ഷെ ജീവിച്ചതും. ആൺകുഞ്ഞുങ്ങളെ കൊല്ലണം ഒക്കെ യഹൂദന്മാർക്ക് വലിയ പീഡനമുള്ള കാലമാണ്. അപ്പൊ അവർ ഉപജീവനം കഴിഞ്ഞത് ഈ പാടത്ത് പണിയെടുത്ത് ആയിരിക്കും. അപ്പൊ എൻ്റെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ, ഈ ഫറവോന്റെ പുത്രിയാണെന്ന് വന്നാലും അമ്മ ഒക്കത്ത് വെച്ചുകൊണ്ട് അപ്പൻ ജോലി ചെയ്യുന്നതൊക്കെ കാണാനായിട്ട് പോകും. അത് അവന്റെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞു കാണും, ആ ഇഷ്ടിയെ കുഴയ്ക്കുന്നത്,
അച്ചിലിട്ടുന്നതും പിന്നെ ചൂളെ കൊണ്ട് അടുക്കുന്നതും പിന്നെ അത് പൊളിക്കുന്നതും ഇതൊക്കെ അവന്റെ മനസ്സിൽ അങ്ങനെ വന്നു. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്ന ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടത്തിവിടുന്നതായിരിക്കുന്ന പ്രധാനപ്പെട്ട ചിന്തകളാണ്. അത് ചെറുപ്പത്തിൽ നിങ്ങളുടെ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് തന്നെങ്കിൽ ആ ചിന്തകൾ നിങ്ങൾക്ക് വരും. എന്നും ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വീടാണെങ്കിൽ അത് നിങ്ങൾക്ക് ആ ചിന്ത വരും. സ്തോത്രം ചെയ്തിട്ട് മാത്രമേ ആഹാരം കഴിക്കുമെങ്കിൽ നിങ്ങൾ അങ്ങനെ കഴിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങളെ ചെറുപ്പത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾ എങ്ങനെയാണ് നിങ്ങളെ വളർത്തുക എന്നുള്ളത് നിങ്ങൾ ഭാവി കാലത്ത് ആരായി തീരുമെന്നുള്ളതിന്റെ വലിയൊരു സൂചനയാണ്. മോശയെ മാതാപിതാക്കൾ വളർത്തിയത് യഹൂദനായിട്ടാണ്. ഒരുപാട് കാര്യമൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. കാരണം മോശയ്ക്കാണല്ലോ ദൈവം ആദ്യമായിട്ട് വെളിപ്പെട്ട് തന്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഒരുപാട് കാര്യം അറിയില്ല, പക്ഷെ അറിയാവുന്ന കാര്യങ്ങൾ അവർ. അപ്പൊ വിശ്വാസ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പങ്കാണത് കേട്ടോ. യഥാർത്ഥ വിശ്വാസ ജീവിതം നയിക്കാൻ നയിക്കുന്നവരും അവരുടെ മക്കളെ വളരെ ചെറുപ്പത്തിൽ തന്നെ വിശ്വാസത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരും. എത്രാമത്തെ വയസ്സിലാണ് കുഞ്ഞുങ്ങളെയൊക്കെ എഴുത്തിലിരുത്തുന്നത്? എന്നെയൊക്കെ 3-ാമത്തെ വയസ്സിലാണ് എഴുത്തിലിരുത്തുന്നത്. 4-ാമത്തെ വയസ്സായപ്പോഴത്തേക്ക് ഞാൻ മുഴുവൻ അക്ഷരമാലയും പഠിച്ചു. 1 തുടങ്ങി 100 വരെ എണ്ണാനും മേപ്പെട്ടും തീപിട്ട് എണ്ണാനും പഠിച്ചു, എല്ലാം പഠിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞെന്തെന്ന് ചോദിച്ചാൽ, ഈ ചെറുപ്പകാലത്തെ ശീലങ്ങളൊക്കെ ഒന്നും നമ്മൾ മറക്കില്ല. നല്ല ശീലങ്ങൾ കൊടുക്കണം. വിദ്യാഭ്യാസത്തെ പറ്റി ആരോഗ്യകരമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് എനിക്കെന്ന് തരേണ്ടിയിരുന്ന് തന്നില്ല. മോശമായ കാഴ്ചപ്പാട് ഇന്ന് വരെ എനിക്കതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് കേട്ടാൽ, പരീക്ഷ എന്ന് കേട്ടാൽ, ടീച്ചർ എന്ന് കേട്ടാൽ എനിക്ക് പേടിയാണ്. എന്തിനാ പേടിക്കുന്ന അറിയില്ല, പേടിയാ. കാരണം പേടിയുള്ള കാര്യങ്ങളെ കിട്ടിയിട്ടുണ്ട്. മോശയ്ക്ക് അമ്മയും അപ്പനും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മോനെ, നീ മിസ്രൈമിനല്ല കേട്ടോ, നിന്നെ ഞാൻ രാജ്ഞി വന്നിട്ട് നിന്നെ 3 വയസ്സാകുമ്പോൾ അങ്ങ് കൊണ്ടുപോകും, ഞങ്ങളങ്ങ് കൊണ്ട് കൊടുക്കും. പിന്നെ ഞങ്ങൾക്ക് നിന്നെ കാണാൻ പോലും അവസരം കിട്ടിയില്ല. വല്ലപ്പോഴും ഞങ്ങള് കൊട്ടാരത്തിന്റെ പടിക്ക് വന്ന് നീ ഞങ്ങളെ ഒന്ന് നോക്കണേ, ഞങ്ങളെ ഒന്ന് നോക്കി ചിരിക്കണേ, ഞങ്ങളുടെ അടുത്ത് ഒന്ന് ഓടി തരണേ, ആരും ഇല്ലെങ്കിൽ എന്നൊക്കെ ഒന്ന് പറഞ്ഞു കാണുമായിരിക്കും. ഏതായാലും ആ അമ്മയുടെ ട്രെയിനിങ് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക എന്ന് പറഞ്ഞ് വെറുതെ അപ്പനും അമ്മയും വളരെ നന്നായിട്ട് പഠിപ്പിച്ചു. അപ്പോ അവൻ തന്റെ സഹോദരന്മാരെ കാണാൻ പോയി. എനിക്ക് ആ പ്രയോഗം വളരെ ഇഷ്ടപ്പെട്ടു. വേറെ എടുക്കുന്ന യഹൂദന്മാരെ കാണാൻ പോയെന്നല്ല പറഞ്ഞു, പിന്നെ തന്റെ സഹോദരന്മാരെ കാണാൻ. വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ബന്ധം, 1 ദൈവം, 2 സഹോദരന്മാർ. മാതാപിതാക്കളൊക്കെ ഉണ്ട്. 1 ദൈവം, 2 സഹോദരന്മാർ. 1 ദൈവം, 2 സഹോദരന്മാർ. അപ്പൊ സഹോദരന്മാരെ കാണാൻ പോയി. ആ ഒരു പ്രസ്താവന എന്ന് പറഞ്ഞ വലിയ പ്രസ്താവനയാണ്. കാരണം എന്താണെന്നറിയാം, കൊട്ടാരത്തിൽ രാജകുമാരനായി സുഖമായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ കൊട്ടാരത്തിൽ നിന്നും പടിയിറങ്ങി താഴേക്ക് പാടത്തേക്ക് ചെന്ന് സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ കാണാനായിട്ട് പോയത്. അങ്ങനെ ഒരു മനുഷ്യനാണ്. അപ്പൊ മോശയുടെ ജീവിതത്തിലെ ഒരു വലിയ തീരുമാനത്തിന്റെ ആ രൂപരേഖ നമുക്ക് അവിടെ കാണാം. എന്താണ്? താൻ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതിന് പകരം തന്റെ സഹോദരന്മാരുടെ ഇടയിലേക്ക് താൻ അന്നേ പോയത് ഒരു തീരുമാനം എടുത്തതാണ് താൻ പോയത്. അതൊരു നല്ല തീരുമാനങ്ങളാണ്. ചെറിയ തീരുമാനങ്ങളല്ല, നല്ല തീരുമാനങ്ങളൊക്കെ നമ്മളും എടുക്കണം കേട്ടോ. പിന്നെ അവിടെ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അതൊക്കെ മോശയുടെ ജീവിതത്തിലെ ബലഹീനതയാണ്. താന് രാജകൊട്ടാരത്തിൽ ട്രെയിനിങ് കിട്ടിയവനായതുകൊണ്ട് തനിക്ക് എല്ലാവിധ മാർഷൽ ആർട്ടും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജൂഡോയോ കരാട്ടയോ കുംഫുവോ എന്തൊക്കെയാ അവിടെ ഉള്ളത്, എല്ലാം അറിയാം. ഒരൊറ്റ അടിക്ക് ഒരുത്തിനെ കൊന്നു. 1 അടിച്ചുള്ളൂ, 2 ഒന്നുകൂടെ അടിച്ചില്ല. എന്നിട്ട് അവിടെ മറവ് ചെയ്തു. അടുത്ത മിസ്രൈം, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്തിന്റെ ഫറവോനാകാനുള്ളതല്ലയോ അവന്റെ അടി എന്ന് പറഞ്ഞാല്. ചെറിയ അടിയാണ്, നല്ല അടി. പക്ഷെ അത് തന്റെ മാർഗം ശരിയായിരുന്നു, തന്റെ ലക്ഷ്യം നന്നായിരുന്നു. എന്താണ്? സഹോദരന്മാരെ മോചിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ തന്റെ മാർഗം നന്നായിരുന്നില്ല. ദൈവവും അത് അംഗീകരിച്ചില്ല, ഫറവോനും അത് അംഗീകരിച്ചില്ല, ആരും അത് അംഗീകരിച്ചില്ല. വിശ്വാസത്തിന്റെ മാർഗം എന്ന് പറയുന്നത് ലക്ഷ്യം മാത്രമല്ല, വിശ്വാസത്തിന്റെ വഴിയും വിശ്വാസത്തിന്റെ ലക്ഷ്യവും ഒരുപോലെ നന്നായിരിക്കണം. മോശയ്ക്ക് അത് തെറ്റുപറ്റിപ്പോയി, തന്റെ വഴി തെറ്റിപ്പോയി. അതിന്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത്? പുറപ്പാട് ദിവസം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിച്ച്, ഫറവോൻ ഈ കാര്യം കേട്ടു. ഉടനെ തന്നെ ഫറവോന്റെ ചെവിയിലെത്തി. എന്ത് കാര്യം? കൊട്ടാരത്തിൽ അടുത്ത രാജാവായി വളർത്തപ്പെടുന്നതായിരിക്കുന്ന ഈ മോശയുണ്ടല്ലോ, അവൻ മിസ്രൈമ്യനല്ല, അവൻ യഹൂദനാണ്. അവൻ അക്കാര്യത്തെക്കുറിച്ച് ബോധമുണ്ടെന്ന് മാത്രമല്ല, അവന്റെ സഹോദരന്മാർ യഹൂദന്മാരാണ്, മിസ്രൈമ്യർ അവൻ അന്യരാണ്. അവന്റെ സഹോദരന്മാരെ ഉപദ്രവിച്ചാൽ മിസ്രൈമ്യരെ തല്ലിക്കൊന്ന് കുടിക്കും.
അപ്പൊ അങ്ങനെ ഒരുത്തിനെ ഫറവോനാക്കാൻ നോക്കുവോ? അങ്ങനെ ഒരുത്തിനെ ഫറവോനാക്കാൻ നോക്കിയില്ല. ഫറവോൻ അത് കേട്ടു. ഫറവോൻ എന്താ തീരുമാനിച്ചത്? ഫറവോൻ മോശയെ കൊല്ലാൻ ശ്രമിച്ചു എന്നല്ലേ? മോശ എന്താ ചെയ്തത്? മോശ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി. നിങ്ങൾക്ക് വിചാരിക്കാൻ സാധിക്കുമോ അതിന്റെ ഗൗരവം? ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യമാണ് ഈജിപ്ത്. ഇന്ന് അമേരിക്ക എന്ന് പറയുന്ന പോലെയാണ്. അമേരിക്കൻ പ്രസിഡന്റിനോട് ഒരു കുറ്റം ചെയ്തേച്ച് അവിടുന്ന് ഓടി ഇന്ത്യയിലേക്ക് വരാൻ ശ്രമിച്ചാൽ വല്ല രക്ഷയുണ്ടോ? ഇസ്രയേലിന്റെ ആണെങ്കിൽ അവരുടെ ചാരസംഘടന ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് വിളിച്ചാലും അവിടെ ചെന്ന് പിടിച്ചോണ്ട് വന്ന് കൊല്ലും. അതുപോലെയാണ് ഇസ്രയേലിന്റെ ചാരസംഘടനയും. പക്ഷേ മോശ എന്ത് ചെയ്തു? മോശ അവിടുന്ന് ഓടി. കാര്യം പ്രസിദ്ധമായി പോയല്ലോ എന്ന് അവൻ ഓർത്തു. ജീവരക്ഷയ്ക്കായി മിദ്യാനിലേക്ക് ഓടി. അല്ല, അവിടെ വിശ്വാസത്തിന്റെ വല്ല മാർഗമുണ്ടോ? മോശ അങ്ങനെ ഓടിപ്പോയപ്പോഴേ എന്തോർത്താ ഓടിപ്പോയത്? തന്റെ സഹോദരന്മാരുടെ സ്നേഹം തനിക്ക് ഇനിയിപ്പോൾ അവരെ വീണ്ടെടുക്കാനുള്ളതായിരിക്കുന്ന സാധ്യത ഒരിക്കലും ഉണ്ടാവില്ല, തീർന്നു. എൻ്റെ ഇസ്രായേലിന്റെ രക്ഷകൻ എന്നുള്ളതായിരിക്കുന്ന പദവി തീർന്നു. ഈ വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്ത് നിഷേധിച്ചിട്ട് എന്തിനു വേണ്ടി നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. എന്ത് നിഷേധിച്ചിട്ട് എന്തിനു വേണ്ടി പോകും? അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്താ? ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന ആ സ്ഥാനം നിരസിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോയി ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുവാൻ വേണ്ടി ഉപേക്ഷിച്ചു. അങ്ങനെയല്ലേ വായിക്കുന്നത്? അല്ല, ഇതിനിടയിൽ ഈ ക്രിസ്തുവിന്റെ നിന്നയൊക്കെ എങ്ങനെയായി മോശ അറിഞ്ഞത്? ക്രിസ്തു പിന്നെ എത്ര വർഷം കഴിഞ്ഞാ? പിന്നെ ഒരു 2000 വർഷം കഴിഞ്ഞാൽ ക്രിസ്തു ജലധാരണം ചെയ്ത് ഈ ഭൂമി വരുന്നത്. മോശ ആണ് ആദ്യത്തെ പഞ്ചഗ്രന്ഥങ്ങൾ എഴുതുന്നത്. അതിനു മുമ്പ് ക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു പ്രവചനവും രേഖാമൂലമില്ല. പക്ഷെ ഇവിടെ പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് മോശ ചെയ്തെന്നാ പറയും. ഫറവോന്റെ പുത്രി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥാനം ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എനിക്കത് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ വലിയ പ്രയാസം വന്നു. കാരണം ഈ എബ്രാഹിം എഴുതിയതായിരിക്കുന്ന ആൾ എങ്ങനെയാ ഈ കണക്ഷൻ? മോശ ഓടിപ്പോയതും കൊന്നതും ഒക്കെ നമുക്കറിയാം. പക്ഷേ ക്രിസ്തുവിന്റെ നിന്ന അവൻ വലിയ ധനമെന്ന് എണ്ണിക്കൊണ്ടാണ് പോയതെന്ന് എങ്ങനെയാ അവിടെ കൊണ്ട് തെളിയിക്കുന്നത്? അതിനൊരു മാർഗ്ഗമേ ഉള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ, തിരുവെഴുത്തുകൾ എഴുതിയതായിരിക്കുന്ന ആളുകൾക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായിരിക്കുന്ന ജ്ഞാനം ഉണ്ടായിരുന്നു. അപ്പോ അക്കാര്യം പരിശുദ്ധാത്മാവ് അവിടെ എഴുതി. അതെങ്ങനെയെന്നൊന്നും നമ്മൾ ചോദിച്ചാൽ ഒന്നും അറിയില്ല. അപ്പൊ മെശീഹായെ പറ്റിയുള്ളതായിരിക്കുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് മോശയുടെ കാലത്തിന് മുൻപേ ഉണ്ടായിരുന്നിരിക്കും. കാരണം സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്നുള്ളത് മനുഷ്യവർഗത്തിന് ആദ്യം കൊടുത്ത് വാഗ്ദത്തമല്ലേ? ആ വാഗ്ദത്തവും മുറുകെ പിടിച്ചുകൊണ്ടാണ് പോയത്. എന്റെ ഒരു വലിയ വിചാരം എന്ന് പറയുന്നത്, ഈ മോശ എന്ന് പറഞ്ഞ പൈതൽ ജനിച്ചപ്പോൾ ഇവനാണ് സ്ത്രീയുടെ സന്തതിയായിട്ട് സർപ്പത്തിന്റെ തലയെ തകർക്കുന്നത് എന്ന് അബ്രഹാം യോഗ്യത ആത്മാർത്ഥമായി വിശ്വസിച്ചു. അതുകൊണ്ട് അവർ നോക്കിയപ്പം ആ ദിവ്യസുന്ദരൻ എന്ന് കണ്ടത് എന്ന് പറഞ്ഞാൽ ഇവനൊരു പ്രത്യേകമുണ്ട്. ഇവൻ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരൻ. ദൈവജനത്തിന്റെ വീണ്ടെടുപ്പിന്റെ പരിപാടിയിൽ ഇവൻ ഒരു പ്രധാന വ്യക്തിയാണ്. സ്ത്രീയുടെ സന്തതിയായിട്ട് സർപ്പത്തിന്റെ തലയെ തകർക്കുന്നതായിരിക്കുന്ന പ്രക്രിയയിൽ ദൈവം ഇവനെ വേണ്ടി ഓരോ കല്യാണം കഴിക്കുന്നത്. മലാഖി പ്രവൃത്തി പറഞ്ഞല്ലോ, ആ മനുഷ്യൻ എന്താ അന്വേഷിക്കുന്നു? വിശുദ്ധ പ്രജയെ അന്വേഷിക്കുന്നു എന്നാണ്. വിശുദ്ധ പ്രജയെ. ഓരോ യഹൂദൻ കല്യാണം കഴിക്കുമ്പോഴും ഓരോ സ്ത്രീ കല്യാണം കഴിക്കുമ്പോഴും അവൾ എന്താന്ന് പറയുന്നറിയോ? എന്റെ ഗർഭപാത്രത്തിലാണ് മശീഹ ജനിക്കാനായിട്ട് പോകും. ഹൗവയ്ക്ക് ആദ്യം ഗർഭം ധരിച്ചപ്പോൾ എന്താ പറഞ്ഞ? യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ കിട്ടിയെന്നാണ്. യഹോവയാൽ ഇങ്ങനെ പരിഭാഷ ചെയ്യുന്ന യഹോവയായ പുരുഷപ്രജയെ എനിക്ക് കിട്ടിയിരിക്കുന്നു. കയ്യും ജനിച്ചപ്പോ ഹൗവ ഓർത്തത് സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞ ഇവനാണെന്നാണ്. പക്ഷെ അവൻ സ്ത്രീയുടെ സന്തതി ആയിരുന്നില്ല, അവന് സാത്താന്റെ സന്തതിയായിരുന്നു. കാരണം കയ്യും ദുഷ്ടനിൽ നിന്നുള്ളവനായി എന്നാണ്. അപ്പൊ എല്ലാ സ്ത്രീകൾക്കും ആ ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ സഹോദരിമാർക്ക് ആ കാഴ്ചപ്പാടില്ല, കാരണം കർത്താവ് വന്നു കഴിഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ കർത്താവിന്റെ അമ്മയാകാമെന്ന് നമ്മൾക്കാരും വിചാരിക്കേണ്ട ആവശ്യം ഇല്ല. എന്നാലും കർത്താവിന്റെ അമ്മയായില്ലെങ്കിലും കർത്താവിന്റെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പ്രജകളിൽ ഒരാൾ എന്റെ ഉദരത്തിൽ നിന്നാണ് വരുന്നത് എന്നൊരു ചിന്ത എന്റെ അപ്പോ അങ്ങനെ ചിന്തയില്ലെന്ന് മാത്രമല്ല, മക്കളൊക്കെ പഠിച്ച് ബിടെക്കും എംടെക്കും അങ്ങനെ ഇങ്ങനെ ഓരോന്ന് പഠിച്ചിട്ട് ഞാൻ കർത്താവിന്റെ പേരയ്ക്ക് വേണ്ടി പോവാന്ന് പറഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ അനത്തുമില്ല, കുടിയുമില്ല, സന്തോഷമില്ല, കരച്ചിലും വിളിച്ചിലും ചത്ത വീട് പോലാ പിന്നല്ലേ. അതേസമയം കാനഡയ്ക്കോ ഓസ്ട്രേലിയയ്ക്കോ അമേരിക്കയ്ക്കോ എവിടെങ്കിലും പോയി എന്നെ സന്തോഷമാണ്, ദൈവം ഞങ്ങളെ അങ്ങ് അനുഗ്രഹിച്ചു എന്നാ പറയുന്നത്. ദൈവം ഞങ്ങളെ അങ്ങ് അനുഗ്രഹിച്ചു. ദൂരം അനുഗ്രഹം അനുഗ്രഹിച്ചു അല്ലേ? അതാണോ അനുഗ്രഹം? അറിയില്ല. ഏതായാലും മോശ ക്രിസ്തുവിന്റെ നിന്നയാണ് തെരഞ്ഞെടുത്തത്.
ഫറവോന്റെ പുത്രിയുടെ സ്ഥാനവും മിസ്രൈമിന്റെ ഫറവോൻ എന്ന സ്ഥാനവും ത്യജിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നിന്നയാണ് തിരഞ്ഞെടുത്തത്. അതുപോലെ ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുക തിരഞ്ഞെടുത്തു എന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ തിരഞ്ഞെടുത്തു. അവൻ രണ്ട് കാര്യം തിരഞ്ഞെടുത്തു. ഞാൻ നിങ്ങളോട് പറയാം, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് തിരസ്കരണത്തിന്റെയും തിരഞ്ഞെടുപ്പിന്റെയും ജീവിതമാണ്. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലൈഫ് ഓഫ് റിജക്ഷൻ ആൻഡ് ലൈഫ് ഓഫ് ചോയ്സ്. അത് തിരസ്കരണത്തിന്റെയും സ്വീകരണത്തിന്റെയും ജീവിതമാണ്. എന്ത് തിരസ്കരിച്ചു? ഫറവോന്റെ പുത്രിയുടെ മകൻ, അല്ലെങ്കിൽ അടുത്ത ഫറവോൻ എന്ന സ്ഥാനം ചോദിച്ചു. അവിടെ പറയുന്നത് മിസ്രൈമിലെ സകല സമ്പത്തി ധനത്തെക്കാളും എന്നല്ലേ, അങ്ങനെ പ്രയോഗമുണ്ട്. മിസ്രൈമിന്റെ സകല ധനത്തെക്കാളും എന്ന് പറഞ്ഞാൽ മിസ്രൈം എന്ന് പറഞ്ഞ രാജ്യത്ത് എന്തെല്ലാം ധനമുണ്ടോ അത് മുഴുവൻ ഈ അടുത്ത ഫറവോന്റെയാണ്. അപ്പോ അവന്റെ ഒരു ഭാഗത്ത് അവൻ നോക്കുമ്പോ അതാണ്. പിരമിഡുകളെല്ലാം കാണാം, കൊട്ടാരങ്ങൾ കാണാം, ധാന്യശേഖരത്തിനുള്ളിരിക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങൾ കാണാം, നൈൽ നദി എങ്ങനെ കാണാം, വിശാലമായ കൃഷി സ്ഥലങ്ങൾ കാണാം, എല്ലാം മിസ്രൈമിന് സ്വർണ്ണവും വെള്ളിയും എല്ലാം ഉണ്ട്. ഇത് വേണം. അവിടേക്ക് നോക്കുമ്പോൾ പാടത്ത് പണിയെടുക്കുന്ന കഷ്ടത അനുഭവിക്കുന്നതായ ഒരു കൂട്ടം ആളുകൾ അവിടെ നിന്ന് വേണോ? ദൈവജനത്തിന്റെ കഷ്ടത വേണോ? ഇനി അതിനും അപ്പുറത്താണ് ക്രിസ്തുവിന്റെ നിന്ന് എന്ന് പറയുന്നത്. കാൽവറിയിൽ അത് വേണം. പിരമിഡുകളൊക്കെ അതിനേക്കാളൊക്കെ മുമ്പുള്ള ഇസ്രായേൽ മക്കളാണ് പിരമിഡുകൾ നല്ല ഭാഗം പണിതത്, അതിന് മുമ്പേ ഉണ്ട്. അപ്പോൾ വലിയൊരു ചോയ്സാണ്. വിശ്വാസ വീരന്മാരെന്ന് പറയുന്നവർ എന്നും തിരസ്കരണവും തെരഞ്ഞെടുപ്പും നടത്തിയവരാണ്. അല്ലാതെ ഒരു വിശ്വാസ വീരൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല. കക്ഷത്തിയിരിക്കുന്നത് പോവുകയോ വരുത്, ഉമ്മരത്തിരിക്കുന്നത് എടുക്കുകയും വേണമെന്ന് പറഞ്ഞ വിശ്വാസ വീരന്മാരെ സാധിക്കുന്ന ഒരു വഴിയല്ല. നിങ്ങൾക്ക് ചിലത് വലിച്ചെറിയാതെ ചിലത് കിട്ടുകയില്ല. ഇന്നെന്താ വിശ്വാസ വീരന്മാരില്ലാത്തതെന്നറിയാം? നമ്മുടെ എല്ലാം വിശ്വാസ വീരന്മാരൊന്നുമില്ല. വിശ്വാസ വീരന്മാരൊക്കെ പണ്ട് കാലത്തായിരുന്നു ഉണ്ടായിരുന്നു. നമ്മുടെ ഇല്ലാത്തതിന്റെ കാര്യം എന്താ? ഉപേക്ഷിക്കാൻ മനസ്സുള്ളവരാരുമില്ല. ആരാ ഉപേക്ഷിക്കാൻ മനസ്സുള്ളത്? കർത്താവിന് വേണ്ടി ജോലി ഉപേക്ഷിച്ചവരാ എത്ര പേരുണ്ട് ഇവിടെ? കർത്താവിന് വേണ്ടി സ്വത്ത് ഉപേക്ഷിച്ച് എത്ര പേരുണ്ട് ഇവിടെ? കർത്താവിന് വേണ്ടി സുഖകരമായ ജീവിതം ഉപേക്ഷിച്ച് എത്ര പേരുണ്ട് ഇവിടെ? കർത്താവിന് വേണ്ടി ഇനി തെരഞ്ഞെടുപ്പിന്റെ കാര്യം വേണ്ട, നിന്ന് സഹിക്കാനായിട്ട് തിരഞ്ഞെടുത്ത എത്ര പേരുണ്ട്? ദൈവജനത്തിന്റെ കഷ്ടതയിൽ നിന്നെ അനുഭവിക്കാനായിട്ട് തിരഞ്ഞെടുത്ത എത്ര പേരുണ്ട്? കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നവരെല്ലാം എന്തെങ്കിലും തിരസ്കരിച്ചിട്ട് വരുന്നവരാണെന്ന് എനിക്കറിയില്ല കേട്ടോ, എനിക്കത് അറിയില്ല. ചിലരൊക്കെയാണ്, ചിലൊന്നുമല്ല. കർത്താവിന്റെ വേല ചിലർക്കൊരു വേലയാണ്. ഈ പണി നോക്കിയില്ലേ തെണ്ടിപ്പോയില്ലെന്ന് പറയുന്ന ഉപദേശിമാരും ഉണ്ട്. ജീവിതത്തില് ചില വലിയ തീരുമാനങ്ങൾ എടുക്കും. ജീവിതത്തിന്റെ മുന്നിൽ കണ്ണിന്റെ മുൻപിൽ സാത്താൻ കർത്താവിനോട് പറഞ്ഞത് തന്നെയാണ് ഇന്നും വിശ്വാസത്തിൽ പറയുന്നത്. ഇതെല്ലാം നിനക്ക് തരാം, ഇതെല്ലാം സമ്പത്ത്, പിന്നെ എന്തെല്ലാം ജീവിത സുഖങ്ങള്, ലോകത്തുള്ളത് എന്തെല്ലാം ഉണ്ടോ, കർത്താവിനെ ലോകത്തിന്റെ സകല മഹത്വം കാണിച്ചിട്ട് പറഞ്ഞാൽ ഇതെല്ലാം നിനക്ക് തരാമെന്ന് ഇന്നും അങ്ങനെ കാണും. വളരെയധികം ആളുകളും അതിൽ വീണുപോകും. ഗേഹസിയെ പോലെ, യൂദായെ പോലെ ഒക്കെയുള്ള ആളുകൾ അതിൽ വീണുപോകും. പലരും ആത്മാർത്ഥമുള്ളവർ ആര് പറയുന്നത്, എനിക്ക് കർത്താവിനെ സേവിക്കണം, എന്നാൽ ഈ ലോകത്തിലെ നന്മകളൊന്നും നഷ്ടമാകാൻ ആഗ്രഹവും ഇല്ല. സൺഡേ സ്കൂൾ കുട്ടിയോട് ചോദിച്ച പോലെയാണ്. ധനവാന്റെ ലാസറിനെ കഥ പഠിപ്പിച്ചിട്ട് ടീച്ചർ ചോദിച്ചു, മോനെ നിനക്ക് ആരെ പോലെ ആകണോടാന്ന് ചോദിച്ചു. അപ്പൊ അവൻ വളരെ മിടുക്കൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഈ ലോകത്തിൽ ധനവാനെ പോലെയും സ്വർഗത്തിൽ ലാസറെ പോലെയും ആവും. അവൻ എത്ര മിടുക്കനാണ്! ഈ ലോകത്തിൽ ധനവാനെ പോലെ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ലാസറെ. അത് സാധിക്കും. മോശ വലിയൊരു തെരഞ്ഞെടുപ്പാണ്, വിശ്വാസത്തിന്റെ തെരഞ്ഞെടുപ്പെന്നാണ് ഞാൻ പറയുന്നത്. ചോയ്സ് ഓഫ് ഫെയ്ത്ത്. ഒരു വശത്ത് അവന്റെ കണ്ണിന്റെ മുൻപിൽ ലോകത്തിന്റെ എല്ലാ മഹത്വം, ലോകത്തിന്റെ എല്ലാ മഹത്വം, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, ഏറ്റവും വലിയ ശക്തി, ആ ശക്തി പ്രധാനം ചെയ്യുന്ന ഫറവോനാകുവാനുള്ളതായിരിക്കുന്ന മുഴുവൻ സാധ്യതയും മിസ്രൈമിന്റെ മുഴുവൻ ധനവും തന്റെ കയ്യിൽ വരുന്നു. മറുഭാഗത്ത് നിന്ന പരിഹാസം, ചമ്മട്ടി, എന്തെല്ലാമാണ്. എനിക്ക് പല സഹോദരന്മാരും, നല്ല സഹോദരന്മാർ, സാധ്യതയുള്ള സഹോദരിമാരും ഒക്കെ. പക്ഷെ എനിക്ക് അവരെ പറ്റി വലിയ സങ്കടമുണ്ട്. എന്താണെന്നറിയാമോ? ഈ ക്രിസ്തുവിന്റെ നിന്ന് തിരഞ്ഞെടുക്കാൻ അവരെ കൊണ്ട് ഒരിക്കലും സാധിക്കും. ഇസ്രായേലിന്റെ സകല സമ്പത്തും അധികാരവും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുവാൻ വേണ്ടി മോശ ഉപേക്ഷിച്ചു. ഇസ്രായേലിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ സമ്പത്ത്. എനിക്ക് ആ വാക്ക് ഇഷ്ടമാണ്, ക്രിസ്തുവിന്റെ നിന്ന. ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നതിൽ നിന്നയുണ്ട്. ഞാൻ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനാണെന്ന് പറയുന്നതിൻ്റെ അകത്ത് തന്നെ ഒരു നിന്നയുണ്ട്, ഒരു ബഹുമാനവും. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ ഞാൻ കർത്താവിന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആ ജോലി കിട്ടുവാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഒട്ടുമിക്കവാറും ആളുകൾ അവരുടെ ജോലി സ്ഥലത്ത് ക്രിസ്ത്യാനിയാണെന്ന് പോലും അവർ ഐഡന്റിഫൈ ചെയ്യും. കഴിഞ്ഞൊരു ദിവസം ഒരാള് അവര് ഹിന്ദു മതത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അപ്പോ ഈ വീട് വെക്കാൻ കാശൊക്കെ കൊടുക്കുമ്പോ ഹിന്ദു എന്ന് ആ പഴയ
10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റിന്റെ അത് അപേക്ഷയിൽ അതുപോലെ വെച്ചാൽ 2 ലക്ഷം 6 ലക്ഷം രൂപ കിട്ടും. അത് വെക്കാതിരുന്ന 4 ലക്ഷം രൂപ കിട്ടും. അദ്ദേഹം 6 ലക്ഷം രൂപ അത് വെച്ച് 6 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് പിന്നെ കുറച്ച് ദിവസം മീറ്റിങ്ങിനൊന്നും വന്നില്ല, ഈ കുറ്റബോധം കൊണ്ട്. പക്ഷെ അതിനെ നീതീകരിച്ചൊക്കെ ഇരുന്നു. ഞാനൊന്നും തെറ്റ് ചെയ്തില്ല, എന്റെ സർട്ടിഫിക്കറ്റിൽ ഹിന്ദു എന്ന് എഴുതിയിരുന്നു, എന്റെ മാതാപിതാക്കൾ, അത് തന്നെ ഞാൻ വെച്ചെന്നേ ഉള്ളൂ. പക്ഷെ പിന്നെ മീറ്റിങ്ങിന് വരികയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പഞ്ചായത്തിലുള്ളവരും അവരൊക്കെ ഈ ബൈബിൾ എടുത്തുകൊണ്ട് പോകുന്ന കണ്ടാൽ ചിലപ്പോൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് തരാതിരുന്നതിലോ എന്ന് വിചാരിച്ച് 2 മാസത്തേക്ക് ഒരു മീറ്റിങ്ങിനും പോയി. അങ്ങനെയുള്ള ആളുകളുണ്ട്. ക്രിസ്തുവിന്റെ നിന്ന ധനമെന്നെണ്ണുന്നത് അത് ആർക്കെങ്കിലും ഒക്കുമോ? നിന്നയെ ധനമെന്നെണ്ണാൻ ഒക്കുമോ? നിന്നയെ ധനമെന്നെണ്ണുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. കാരണം കർത്താവ് പറഞ്ഞ ക്രൂശിൽ തന്നെ അനുഗമിക്കാത്തത് എനിക്കുള്ളവനല്ലെന്നാ. ക്രൂശിൽ തന്നെ അനുഗമിക്കാത്തത് എനിക്കുള്ളവനല്ല. നിങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനി ആണെങ്കിൽ മോശയെ പോലെ ആയിരിക്കും നിങ്ങൾ. എന്താണ്? നിങ്ങൾക്ക് ലാഭമായിരുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ച് ക്രിസ്തുവിന്റെ നിന്ദയും ദൈവജനത്തിന്റെ കഷ്ടതയും നിങ്ങളുടെ സ്വത്തായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും സ്വീകരിക്കും. പക്ഷെ ഇതിനൊരു വലിയ കാരണമുണ്ട്. എന്താണ് ആ കാരണം? എബ്രായലേഖനത്തിൽ പറയുന്നുണ്ട്. കാരണം എന്താണ്? ഇതിനൊരു വലിയ കാരണമുണ്ട്. എബ്രായലേഖനം 11ാം അധ്യായത്തിൽ 26ാമത്തെ വാക്യം 27ാമത്തെ വാക്യം, വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. ദൈവത്തെ മുഖാമുഖമായി കണ്ടതായിരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ഉറച്ചു നിൽക്കുമോ അതുപോലെ അവൻ ഫറവോന്റെ മുമ്പിൽ ഉറച്ചു. കുറച്ചു കാലം കഴിഞ്ഞ് ഈ ഫറവോന്റെ അടുക്കല്ലയോ വന്നത്? അല്ലേ? നീ ഇനി എന്റെ മുഖം കണ്ടാൽ നീ മരിക്കുമെന്ന് ഫറവോൻ പറഞ്ഞതുവരെ എന്നും രാവിലെ ഫറവോൻ കുളിക്കാൻ ചെല്ലുമ്പം അവിടെ ചെല്ലും. ആ ഫറവോനൊക്കെ ചത്തു, അടുത്ത ഫറവോനൊക്കെ ആയി കാണുമായിരിക്കും, അതൊക്കെ എന്തോ ആകട്ടെ. പക്ഷേ രേഖയിലറിയാവുന്ന ആളാരാണ്? അവൻ ജീവനുള്ള ദൈവത്തെ കണ്ടതുപോലെ അങ്ങനെ ഉറച്ചു നിന്നു. അല്ലേ? ഉറച്ച വിപ്പാ നിൽക്കുന്നത്. ഫറവോനെ അല്ല, ഇനി ഒരുത്തനെയും പേടിയില്ലെന്ന് പറഞ്ഞവരാണ്. അതാണ് ഈ വിശ്വാസത്താലാണ്. അദൃശ്യ ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞാൽ കാണാൻ പാടില്ലാത്ത ദൈവത്തെ കണ്ടതുപോലെ, ജീവിതത്തിൽ വലിയൊരു ദർശനം ഉണ്ടായതുപോലെ. മോശ വെച്ച് നിനക്ക് ഈ ധൈര്യം എവിടുന്ന് കിട്ടിയെന്നോ എനിക്ക് ധൈര്യം എവിടുന്ന് കിട്ടിയെന്ന് പറയണോ? എടാ, കാണാൻ വയ്യാത്ത ദൈവത്തെ കണ്ടവനാ ഞാൻ. ആരും കണ്ടിട്ടില്ലാത്ത ദൈവത്തെ കണ്ടവനാ ഞാൻ. എൻ്റെ കണ്ണുകൊണ്ട് കണ്ടവനാ ഞാൻ. ദൈവത്തെ കണ്ട മോശമേ ഉള്ളൂ പിൽക്കാലത്ത്. ഈ പറയുമ്പോഴേ പിൽക്കാലത്ത് അവന് പർവ്വതത്തിൽ വെച്ച് ദൈവത്തോട് എനിക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം അവനെ കാണിച്ചു. കാര്യമൊക്കെ നമുക്കറിയാം. ഇബ്രാഹിലേഖത്തൊക്കെ പറഞ്ഞു വേറെ മറ്റു ആളുകൾക്ക് ദർശനം കൊടുക്കുമ്പോൾ എങ്ങനെയാണ്? സ്വപ്നത്തിൽ കൂടെയൊക്കെയാണ് കൊടുക്കുന്നത്. എൻ്റെ ദാസനായ മോശ അങ്ങനെയല്ല, അവനോട് ഞാൻ മുഖാമുഖം സംസാരിച്ച ആളാണ്. ഇന്നും അങ്ങനെ തന്നെയാ കേട്ടോ. വിശ്വാസത്തിന്റെ തെരഞ്ഞെടുപ്പുകൾ നടത്തണമെങ്കിൽ ദൈവത്തെ കണ്ടവർക്കേ നടത്താനായിട്ട് സാധിക്കും. നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ ഒരു മനുഷ്യനായിരുന്നു. ഭൗതിക സ്വപ്നങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങൾ. അമേരിക്ക പോയൊക്കെ സ്വപ്നം കൊണ്ടാണ്. ഇവിടെ BSc പഠിച്ചു, പിന്നെ MA പഠിച്ചു, പിന്നെ LLB പഠിച്ചു, ഇതെല്ലാം പഠിച്ചു. പിന്നെ ഇങ്ങനെയൊക്കെ പഠിച്ചൊക്കെ ഓടിച്ചെന്ന് കാശൊക്കെ ഉണ്ടാക്കി, വലിയ കാശുമൊക്കെ, വലിയ സ്വപ്നങ്ങളൊക്കെ എൻ്റെ കണ്ണിന്റെ മുന്നിൽ നിന്നതായിരിക്കുന്ന സൗധങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ സൗധങ്ങള്, അതെ, ഞാൻ സഞ്ചരിക്കുന്ന കാറുകള്, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. അങ്ങനെ ഇരിക്കാൻ ഞാൻ ഒരിക്കൽ ദൈവത്തെ കണ്ടു. ദൈവത്തെ കണ്ടപ്പോൾ ഇതെല്ലാം ചീന്നും പറഞ്ഞ് ചീറ്റിപ്പോയി. പണ്ട് കശുവണ്ടി അടുപ്പിലിടും ചൂടാനേ. അങ്ങനെ ചില കശുവണ്ടി വേഗാത്ത കശുവണ്ടി, ഉണങ്ങാത്ത കശുവണ്ടി ഒക്കെ കാണും. അത് ഇടുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ചീന്നും പറഞ്ഞ് ഓടി നടന്ന് ടൂന്നൊരു ഓടി പറഞ്ഞ പോലെ എന്റെ സ്വപ്നങ്ങൾ ഓടി ഷീന്നും പറഞ്ഞ് ഓടുന്നു ടൂന്നൊരു ഓടി. കണ്ടത് ആരെയാന്ന് ചോദിച്ചാലും ഇവിടെ തീർന്നപ്പോ കണ്ടത് ദൈവത്തെ. ദൈവത്തെ കാണാൻ നമുക്ക് ഒക്കുകയില്ല അവന്മാരെ എന്ന് പറയും. ദൈവത്തെ കാണണം. അത് കാണാൻ നിങ്ങളെ കൊണ്ട് ഒക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചിലരെ കൊണ്ട് ഒക്കില്ലെന്നുള്ള എനിക്കറിയാം. നിങ്ങൾ വിചാരിച്ചാലും ഒക്കും. കാരണം നിങ്ങൾക്കൊരു ദാർശനികതയുള്ള ആളുകളല്ല. ദാർശനിക ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമല്ല. ഉള്ളത് ഉപേക്ഷിക്കാൻ ഒരു മനസ്സില്ല. നീ 10 പൈസ കയ്യിലുള്ളെങ്കിലും അത് ഉപേക്ഷിക്കാൻ ഒരു മനസ്സ് ഇല്ല. തക്കായി കർത്താവിനെ കണ്ടു കഴിഞ്ഞോണ്ട് തന്റെ കൊണ്ട് സ്വത്തിന്റെ പകുതി അങ്ങ് ഉപേക്ഷിച്ചു. കുറച്ചൊന്നുമല്ല. എന്റെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ 10-25 ഏക്കർ, 30 ഏക്കർ, 40, 50 ഏക്കറോ 25 ഏക്കറും കൊടുത്തു. 50 ലക്ഷം ഉണ്ടായിരുന്നു, 25 ലക്ഷം കൊടുത്തു. അങ്ങനെ തനിക്കുള്ള എല്ലാ സ്വത്തിന്റെയും പകുതി അങ്ങ് കൊടുത്തു. പിന്നെ പറഞ്ഞു ആരെങ്കിലും പറയാം ഞാൻ വാങ്ങിയിട്ടുള്ള 4 ഇരട്ടി കൊടുത്തേക്കാം. വേറെ ധനവാൻ കർത്താവിനൊക്കെ വന്നില്ലേ? ധനവാനാകൊണ്ട് ദുഃഖിച്ച് പോയി കളഞ്ഞെന്ന് പറഞ്ഞില്ലേ? കർത്താവിനെ കണ്ടവർക്ക് മാത്രമേ ഉള്ളൂ. സക്കായിക്ക് കർത്താവിനെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കാട്ടത്തിന്മേൽ കയറി. അവൻ ശരിക്കും കർത്താവിനെ കണ്ടു. നമ്മളൊക്കെ കർത്താവിനെ കണ്ടിട്ടില്ല, കർത്താവിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ഇയ്യോബ് കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോ ഇയ്യോബ് എന്താ പറഞ്ഞത്? എന്നെ തന്നെ വെറുക്കുന്നു എന്നാ പറഞ്ഞു. ഞാൻ എന്നെ തന്നെ വെറുത്ത് രട്ടിയിലും വെണ്ണീരിലും വിധിക്കുന്നു. എന്നെ തന്നെ വെറുത്തു. നമുക്ക് നമ്മെ വെറുക്കണമെങ്കിൽ നമ്മയൊക്കെ മെച്ചമായ കർത്താവിനെ കാണണം. അതൊന്നും കാണാനൊന്നും പോകുന്നില്ല ആളുകൾ. ഉള്ള കാര്യമൊക്കെ ഞാൻ പറയും. നിങ്ങൾ നല്ല ക്ലാസ്സിലൊക്കെ വരുന്നുള്ളതിൽ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട്. നിങ്ങളെപ്പറ്റി ശുഭാപ്തി വിശ്വാസം ഇല്ല എന്നുകൊണ്ട് പറയല്ല, വലിയ പ്രയാസം. ഇവിടെയൊക്കെ ഇരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഇല്ലേ, കർത്താവിന് വേണ്ടി അവരൊക്കെ മോശയെ പോലെ ഇറങ്ങി തിരിച്ചാൽ കർത്താവ് അവരെ കൊണ്ട് എന്തോരം വലിയ കാര്യം ചെയ്യും. മോശയെ കൊണ്ട് ചെയ്ത കാര്യം പോലെ ചെയ്യും. പക്ഷേ
പണ്ട് തമിഴും പറഞ്ഞ പോലെ നനച്ചാൽ പുലിയെ പിടിപ്പൻ നിനക്ക് മാട്ട്. അതെ, കർത്താവിനോട് ഇറങ്ങി തിരിച്ചാൽ വലിയ കാര്യങ്ങൾ ചെയ്യും, പക്ഷെ ഇറങ്ങി തിരിക്കാൻ മാട്ടും. ഒരു കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ പോയി. വല്ലവരുടെയും മക്കള് സുവിശേഷ വേലയ്ക്കൊക്കെ പോകുമ്പോ നമുക്ക് അവരെ പറ്റി വലിയ അഭിമാനമാണ്. നമ്മുടെ മക്കള് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുമ്പോഴോ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ അപ്പച്ചൻ്റെ കൂടെ അപ്പച്ചനെ കുറച്ചുകൂടെ ആയിരിക്കുമ്പോഴേ അപ്പച്ചനെ കൊണ്ട് പെൻഷൻ വാങ്ങാൻ ഞാൻ ട്രഷറി കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോൾ അപ്പച്ചൻ്റെ എല്ലാ അധ്യാപകരും കൂട്ടുകാരും എല്ലാം അവിടെ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ അമേരിക്കയിൽ വന്നേ ഉള്ളൂ. അപ്പൊ അവരൊക്കെ ചോദിച്ചു, സാറിന്റെ ആരായ മൂത്ത മോനോ? ഓ, ഈ മോനാണോ അമേരിക്ക ഉള്ളത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു അവനെ LLB ഒക്കെ പാസ്സായതാന്നൊക്കെ പറഞ്ഞു, ഇങ്ങനൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പച്ച അങ്ങ് പറ ഉപദേശിയാന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞു, അപ്പച്ച അങ്ങ് പറ നാണക്കെടാതെ, അവനൊരു ഉപദേശിയ എല്ലാം കളഞ്ഞേച്ച് വന്നിരിക്കുകയാണ്. അപ്പച്ചന് വലിയ ബുദ്ധിമുട്ടായി പോയി. കാരണം ഉപദേശം എന്ന് പറഞ്ഞാൽ ആർക്കാണ്? വല്ലവർക്കും വേണോ? ആർക്കും വേണ്ടതൊരു പാർട്ടിയായിട്ട്. നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമ്പോന്ന് കർത്താവിനെ കുറിച്ച് പറഞ്ഞില്ലേ? മോശ അങ്ങനെ ഒരു പരിപാടിക്കാ പോയത്. കൊട്ടാരത്തിൽ നിന്ന് നേരെ പോയത് എവിടെയാണെന്നറിയാമോ? 40 വർഷം മിദ്യാനിലെ പുരോഹിതന്റെ ആടിനെ മേയിച്ചും കൊണ്ടാവാം. മോശയെ ദൈവം ക്ഷമ പഠിപ്പിച്ച് നല്ല മനുഷ്യനാക്കിയത്. അവസാനത്തെ അപ്പിയറൻസ് ആണ് ഓരേവിധ കത്തുന്ന ഉൾപ്പെടും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അവസാനം മോശെ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇനി എന്റെ വേലയ്ക്ക് വേണ്ടി നിന്നെ ഞാൻ മിസ്രൈമിലേക്ക് അയക്കാൻ പോവാ. അതുപോലെ മോശ കണ്ടത് ദൈവത്തെ അല്ല. ദൈവത്തെ കുറിച്ച് കണ്ടിട്ടാണ് മിസ്രൈമിൽ നിന്ന് ഓടിപ്പോകാൻ നോക്കുക. പക്ഷേ ഈ 40 കൊല്ലം കൊണ്ട് അതൊക്കെ അങ്ങ് പോയി. എന്റെ പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ദാർശനിക ജീവിതമാണ്. അത് ദൈവത്തെ കണ്ടവരുടെ ജീവിതമാണ്. ദൈവത്തിന് വേണ്ടി ഒരു ത്യാഗങ്ങൾ ചെയ്യുന്നവരുടെ ജീവിതമാണ്. ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നവരുടെ ജീവിതമാണ്. ക്രിസ്തുവിനെ നിന്ന ചുമക്കുന്ന ജീവിതമാണ്. അത് മറ്റേ ആളുകളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ജീവിതമാണ്. എനിക്ക് ആ മിദ്യാന പുരോഹിതന്റെ കുടുംബത്തോട് വലിയ ബഹുമാനമാണ്. എന്തുവായിരുന്നു അവരുടെ പേര്? മിദ്യാന പുരോഹിതനായ യിത്രോ അല്ലേ? എന്താ ബഹുമാനം എന്നറിയാമോ? ഏതോ രാജ്യത്ത് നിന്ന് ഓടി വന്ന ഒരുത്തിന് മൂത്ത പൊന്നിനെ പിടിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞ അവിടുത്തെ വലിയ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ വലിയ ആളാണ്. അവരുടെ ഇടയിലെ ഇത്രയും വലിയ ആളിന് അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിക്കാനായിട്ട് വരുമ്പോ ഇവന്റെ അഡ്രസ് ഏതാ, ഇവൻ ഏത് രാജ്യത്ത് വന്നാണ്? ഈ പറവോന്റെ അവിടുത്തെ കൊലയിലെ ജോലി വന്ന ആ പാർട്ടിയല്ലേ? നീ ഒരു കൊലപാതകനല്ലേ? എന്റെ പെണ്ണിനെ ഞാൻ നിനക്കുന്നത് നമ്മൾ കൊടുക്കുവോ? കൊടുക്കുന്നില്ലെന്നേ. കൊടുക്കും. എപ്പോഴാണെന്നറിയാം? അവന്റെ മഹത്വം യിത്രോ മനസ്സിലാക്കി. അവൻ ആരാണെന്നും എവിടെയാണ് ട്രെയിനിങ് കിട്ടിയതെന്നും എന്തുകൊണ്ടാണ് പാടത്തേക്ക് പോയതെന്നും എന്തുകൊണ്ടാണ് അവിടെ ഓടിപ്പോരേണ്ടതായി വന്നതെന്നും ഉള്ള കഥകളെല്ലാം മനസ്സിലായി. യിത്രോ ഒരു കാര്യം, 40 വയസ്സിലെ ഒരു ചെറുപ്പക്കാരൻ അവിടുന്ന് ഒരൊറ്റ ഓട്ടം ഓടി മരുഭൂമി കൂടെ ഓടി ക്ഷീണിച്ചൊരു കിണറിന്റെ ഇടയ്ക്ക് വന്നിരുന്നു. അപ്പോഴാണ് ഇവർ ആടിന് തീറ്റി വെള്ളം കൊണ്ടുവരുന്നത്. അപ്പൊ ഈ പെമ്പിള്ളാരെ ഈ ആടിന് വെള്ളം കൊടുക്കാനൊരു മിടുക്കന്മാർ വന്നിട്ട് മോശത്തെ കൊണ്ട് എഴുന്നേറ്റ് എന്ത് ചെയ്തു? യാക്കോബിനെ പോലെ മോശ വെള്ളം കൊടുത്തു, കുടിപ്പിച്ചു. പെമ്പിള്ളാർ നേരത്തെ വീട്ടിൽ ചെന്നപ്പോ അപ്പൻ ചോദിച്ചു, നിങ്ങൾ നേരത്തേക്ക് വരാൻ കാര്യം? ഒരു മിസ്രൈമ്യൻ വന്ന് ഞങ്ങളെ ആടുകൾക്ക് വെള്ളം കൊടുത്തു. അപ്പോ യിത്രോ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആ മനുഷ്യനെ നിങ്ങൾ എന്തുകൊണ്ട് ആഹാരത്തിന്? ഹോസ്പിറ്റാലിറ്റി, അതിസൽക്കാര പ്രിയം ഉള്ള ഒരു കുടുംബമായിരുന്നു. നമ്മളാന്നീ പറയുമോ ഇങ്ങനെ വന്ന ഒരു മനുഷ്യന്? നമ്മൾ പറയും, പിന്നെ കണ്ട മിസ്രൈമിനെ കൊണ്ട് സഹായം നീ എടുത്തിട്ട് ഇനി മേലെ പറഞ്ഞേക്കാം, മിസ്രൈമിനെ കണ്ട നീ ഒഴിഞ്ഞു മാറിപ്പോകണം. അവനെ വീട്ടിൽ വിളിച്ചോണ്ട് വരാം. വീട്ടിൽ വിളിച്ചോണ്ട് വന്നു. എടാ, നിനക്ക് താമസിക്കാൻ വല്ല സ്ഥലമുണ്ടോ? ഇല്ല. ഇവിടെ പെൺപിള്ളേർ എത്ര ഉണ്ട്? യിത്രോവിന് 7 എണ്ണോ. അവിടെ താമസിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം മൂത്തവളെയും കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. യിത്രോ ചെയ്ത ശരിയായ തീരുമാനമോ തെറ്റായ തീരുമാനം? യിത്രോ ഒരു വിശ്വാസവീരനായിരുന്നു കേട്ടോ. യിത്രോ പിൽക്കാലത്ത് മോശമെടുക്കെ ചെന്നു, യഹോവയ്ക്ക് യാഗമൊക്കെ കഴിച്ചു, ഒരു നല്ല ഉപദേശമൊക്കെ കൊടുത്തു. ആ ഉപദേശം ദൈവം അംഗീകരിച്ചു. ഇസ്രായേലിൽ 70 പേരെ തിരഞ്ഞെടുത്തു. മോശയുടെ ജോലിഭാരം കുറച്ചു കൊടുക്കാനായിട്ട് അവരെ കൂട്ടിയൊക്കെ. യിത്രോ ഒരു വലിയ നല്ല മനുഷ്യനായിരുന്നു. അവന് വെളിച്ചക്കുറവായിരുന്നിരിക്കും, പക്ഷെ അവൻ്റെ ഒരു കാര്യം പറഞ്ഞ് എപ്പോഴും ശ്രദ്ധിക്കും. നീ ഇത് ചെയ്യുകയും യഹോവ അംഗീകരിക്കുകയും ചെയ്താൽ എന്നാ പറഞ്ഞു. ഇങ്ങനെയാ പറഞ്ഞു, നീ 70 പേരെ തിരഞ്ഞെടുക്കുകയും ദൈവം അത് അംഗീകരിക്കുകയും ചെയ്താൽ നീ ശുഭമായിരിക്കും. ഭക്തന്മാരായ മനുഷ്യരെ. അപ്പോ വിശ്വാസവീരന്മാരായ ആളുകൾ ഇങ്ങനെ പേടിച്ചോടിയൊക്കെയാണ് പോയെങ്കിലും ദൈവം ചെന്ന് കയറുന്ന സ്ഥലം എവിടെയാ? ഒരു വിശ്വാസവീരന്റെ വീട്ടിൽ തന്നെയാണ് ചെന്ന് കയറുന്നത്. ഞാൻ പറയട്ടെ, അവർ വേറെ വിശ്വാസമൊക്കെ ആയിരുന്നു. ഇപ്പൊ മോശയെ സംബന്ധിച്ച് അവനൊരു വലിയ വിശ്വാസവീരൻ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും മോശ വിശ്വാസത്താൽ മിസ്രൈം വിട്ടുപോയി. മിസ്രൈമിൽ നിന്ന് മോശ ഓടിപ്പോകുമ്പോൾ എവിടേക്ക് പോകുന്നു, എവിടെ താമസിക്കൂ, എന്ത് തൊഴിൽ ചെയ്യും, ഇങ്ങനെ യാതൊരു വിഷയം സംബന്ധിച്ചും ദൈവം അവനൊരു വെളിപ്പാടും കൊടുത്തിരുന്നോ? മോശ ഒരൊറ്റ പോക, അവർ വടിയും കൊണ്ട് ഒരൊറ്റ പോക. ഫറവോനെ പേടിച്ചില്ലെന്നാ പറഞ്ഞു.
ദൈവത്തെ കണ്ടുകൊണ്ടാണ് പോയത്. ദൈവത്തെ മുഖാമുഖം കണ്ട് 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 പോയി ഒരു സ്ഥലത്ത് നിന്ന് ക്ഷീണിച്ച് ദാഹിച്ച് ഒരു കിണർ കണ്ടു, അതിൻ്റെ അടുത്ത് ഇരുന്നു. ആരെങ്കിലും വെള്ളം കോരാൻ വരും, ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് യാത്ര തുടരാൻ മതിയായി. അവിടെ ഇരുന്നു. വിശ്വാസത്തിന്റെ തീർത്ഥയാത്രയ്ക്ക് മനുഷ്യന്റെ ബുദ്ധിയല്ല, ദൈവത്തിന്റെ നടത്തിപ്പാണ്. അവിടെ ദൈവം അവനെ നടത്തി. അതേക്കുറിച്ചാണ് 27-ാം വാക്യത്തിൽ പറഞ്ഞ അന്യ ദൈവത്തെ, അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു. ഭയത്തോടെ അല്ല പോകുന്നത്, ദൈവത്തെ കണ്ടതിന്റെ ഉറപ്പിലാണ്. അവന് ഫറവോനെ ഭയന്നില്ല. വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കുവാൻ അതെ മറ്റാർക്കും കഴിയാത്ത ആ കാഴ്ചയാണ് മോശ കണ്ടത്. അതേപോലെ രാജാവിന്റെ കോപത്തെ ഭയപ്പെട്ടില്ല. 27-ാമത്തെ വാക്യത്തിൽ അങ്ങനെ, രാജാവിന്റെ കോപത്തെ ഭയപ്പെട്ടില്ല. ഫറവോന്റെ കോപത്തെ ഒന്നും മോശ ഭയപ്പെട്ടു. മോശവനെ അത്ര പേടിപ്പിക്കുകയൊന്നും വേണ്ട, കണ്ണുരുട്ടി കാണിക്കുകയൊന്നും വേണ്ട. നിന്നൊക്കെ വലിയ ദൈവത്തെ കണ്ടെച്ചാൽ രാജ്യത്തിന്റെ നിയമങ്ങൾ ലംഘിക്കുകയും ഫറവോന്റെ താല്പര്യത്തെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ട് ആണ് മോശ മിസ്രൈം വിട്ടത്. ഇന്നത്തെ കാലത്തെ പോലെ അന്നും രാജാവ് ചാരന്മാരെ വിട്ട് അങ്ങനെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് തിരികെ കൊണ്ടുവന്ന് വധിക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ മോശ അതൊന്നും പേടിച്ചു. കാരണം അദൃശ്യനായ ദൈവത്തെ കണ്ടവരുമാണ്. അദൃശ്യനായ ദൈവത്തെ കണ്ട മനുഷ്യർ, ദൈവത്തെ കണ്ട മനുഷ്യർക്ക് ഏത് പ്രതികൂലങ്ങളിലും ധൈര്യത്തോടെ നിൽക്കാനായിട്ട് കഴിയും. അതാണ് ഈ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. അതാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. അതൊരു വലിയ ജീവിതമാണ് കേട്ടോ എൻ്റെ പ്രിയമുള്ളവരെ. സമയമുണ്ടായിരുന്നു ഞാൻ എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞതിന്. ദൈവം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. ഇച്ചിരി കാര്യങ്ങൾ പേടിക്കണ്ട എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പേടിക്കേണ്ട സന്ദർഭങ്ങളൊക്കെ വന്നിട്ടുണ്ട്, വളരെ പേടിക്കേണ്ട സന്ദർഭങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ പേടിച്ചിട്ടില്ല. എന്ത് സംഭവിക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വരുന്നിടത്ത് വെച്ച് കാണാം, ദൈവം ഉണ്ടല്ലോ എന്നേ പറ. ദൈവം നല്ലവനാണ്. ദൈവത്തെ കണ്ട ദൈവത്തിന്റെ മക്കൾക്ക് വിശ്വാസ ജീവിതം സന്തോഷകരമായ ജീവിതമാണ്. അതിന് ചലഞ്ചസ് ഉണ്ട്, വെല്ലുവിളികളുണ്ട്, അതിന് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. തീർച്ചയായിട്ടും മോശയുടെ വിശ്വാസ ജീവിതത്തിന് മോശ അനുഭവിക്കാത്ത സങ്കടങ്ങൾ എന്തൊക്കെയാ, ദുർഘടങ്ങൾ എന്തൊക്കെയാ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കും. പക്ഷേ മോശ ഒരിക്കലും പിന്മാറിയില്ല. ദൈവത്തെ കണ്ടവർക്ക് പിന്മാറാൻ സാധിക്കില്ല. ദൈവത്തെ കാണാത്തവരാ പിന്മാറും. ഒരു ഭാഗത്ത് ലോകത്തിന്റെ സമ്പത്ത്, വേറൊരു ഭാഗത്ത് ലോകത്തിന്റെ വെല്ലുവിളികൾ. ഇതിന് രണ്ടിനും മധ്യേ കൂടെയാണ് നേരെ നോക്കുമ്പോൾ ദൈവത്തെ, അദൃശ്യനായ ദൈവം ഇവിടെ നിൽക്കുന്നത് കാണും. ആ ദൈവത്തെ കണ്ടിട്ട് ഈ വശത്ത് നോക്കുമ്പോൾ ലോകത്തിന്റെ സമ്പത്ത് മുഴുവനും, ഇത് മുഴുവൻ നിനക്കുള്ളതാണ്, നീ ഒന്ന് വീട് നമസ്കരിച്ചാൽ മതി. ഇങ്ങനെ ലോകത്തിന്റെ വെല്ലുവിളികളാണ്. നിന്നെ തട്ടിക്കളയും കൊന്നുകളയും എന്ന് പറയുന്ന വെല്ലുവിളികൾ. ഇതിന് മധ്യത്തിലാണ് നേരെ നോക്കുന്നത്. ദൈവത്തിന് മുഖത്തേക്ക് നോക്കും. ദൈവത്തിന് മുഖത്തേക്ക് നോക്കിയിട്ട് ഇവിടെ നോക്കുമ്പോ എന്താ പറയാ, ഓടാ പേടിപ്പിക്കാതെ, നീ എന്ത് ചെയ്യുമെന്നാ പറയുന്നത്. ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് ലോകത്തിന്റെ കഷ്ടപ്പാട് വെല്ലുവിളി. ഇനി അതൊന്നും എനിക്ക് പേടിയില്ല, അതിനകത്ത് ഞാൻ കണ്ടു. നിങ്ങൾ വിശ്വാസവീരന്മാരോ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും വിശ്വാസവീരന്മാരായിട്ടുണ്ടോ? ദൈവം നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടില്ലേ, എന്റെ പിന്നാലെ വരാൻ പറഞ്ഞിട്ടില്ലേ? ഇല്ല, പിന്നെന്താ പോവാത്തത്? അപ്പനെയോ അമ്മയോ സഹോദരനെയോ സഹോദരിയോ ഭാര്യയോ മക്കളെയോ വിട്ടിട്ടെന്നല്ലേ പറഞ്ഞത്? ഇതെന്താ വിടാത്തത്? നിനക്കുള്ളതൊക്കെ ഉപേക്ഷിക്കണമെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ ഉപേക്ഷിക്കാതെ നിനക്കുള്ളതൊക്കെ? അതൊന്നും നമ്മളോട് പറയുന്നതല്ല, അത് വെള്ളത്തൊഴിയുള്ള സായിപ്പന്മാരോട് പറയുന്നതാണ്. അവരങ്ങനെ വിട്ടേച്ച് ഇങ്ങനെ ആഫ്രിക്കയിലും ഇന്ത്യയിലും അവിടെ ഇവിടെയൊക്കെ സുവിശേഷ വേലയ്ക്ക് പോകും അല്ലേ? അതൊന്നും നമ്മളോട് പറയുന്നതല്ല. നമ്മളോട് കർത്താവ് അങ്ങനെ പറയും? ഒരിക്കലും പറയില്ല അല്ലേ? നമ്മളോട് പറയുന്നത് എന്താ? അമേരിക്കയിലേക്ക് പോവുക, സമ്പാദിക്കുക, ബ്രിട്ടനിലേക്ക് പോവുക, സമ്പാദിക്കുക, കാനഡയിലേക്ക് പോവുക, സമ്പാദിക്കുക, ഓസ്ട്രേലിയയിലേക്ക് പോകുക, അതല്ലേ നമ്മുടെ ദൈവം പറയുന്നത്. നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ ഒന്ന് മാറി വെക്കുക. വിശ്വാസ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹം വേണമെങ്കിൽ മോശയെ പോലെ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുവാൻ, പിൻചെല്ലേണ്ടത് പിൻചെല്ലുവാൻ, ഭീഷണികളെ വകവെക്കാതെ അദൃശ്യനായ ദൈവത്തെ കണ്ട മനുഷ്യരെ പോലെ ധൈര്യമായി ധീരമായി നിൽക്കാൻ, ലോകത്തിന്റെ സമ്പത്തിന്റെ നേരെ നോക്കിക്കൊണ്ട് വേണ്ട മക്കളെ വേണ്ട എന്ന് പറയാനുള്ളതായിരിക്കും തൻ്റെ. അത് വേണം നമുക്ക്. അതൊന്നും നമുക്കില്ല. പിന്നെ ഇപ്പൊ വിശ്വാസത്തെ പറ്റിയും ക്രിസ്ത്യ ജീവിതത്തെ പറ്റിയും ഒക്കെ എത്ര ക്ലാസ് പഠിച്ചാലും നാം പിന്നെ ഇവിടെ ശങ്കരം പിന്നേലും തെങ്ങയിലെന്ന് പറഞ്ഞ പോലെ നമ്മൾ അവിടെ തന്നെയായി. ഇതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ കേൾക്കുന്ന നല്ല കാര്യങ്ങളല്ലേ? കേട്ടാ ഒരു സുഖമുണ്ടല്ലോ അല്ലേ? ഞങ്ങളുടെ ഇടയ്ക്ക് ഈ പണിയൊന്ന് ഇറക്കിയാൽ നടക്കുന്ന കാര്യം എന്ന് പറയില്ലേ? ഇതിലൊന്നും സഹോദരാ ഞങ്ങൾ വീഴുകയില്ല, നിങ്ങളുടെ ഈ പ്രസംഗത്തിലൊന്നും ഞങ്ങൾ വീഴുകയില്ല. ഞങ്ങൾ ഇതിനേക്കാൾ എത്ര വലിയ പ്രസംഗം കേട്ടിട്ടാണ് വന്നത്. ഇനിയിപ്പോ ഈ പ്രസംഗത്തിൽ വീഴുമെന്നാണോ? പക്ഷെ നിങ്ങളെ വീഴിക്കാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. ആ വീഴ്ച വലിയ വീഴ്ചയായി. അത് കർത്താവിന്റെ മടിയിലേക്കല്ല വീഴുന്നത്, പിന്നെ ലോകത്തിന്റെ മടിയിലേക്കാണ് വീഴുന്നത്. ആ വീഴ്ച ഭയങ്കര വീഴ്ച. ലോകത്ത് വീണു, ഗേഹാസി വീണു, ആഖാൻ വീണു, എത്ര പേര് ലോകത്തിന് മടിത്തട്ടിലേക്ക് വീണു. അവരെ പറ്റി അവർക്ക് വല്ല അഡ്രസ്സും ഉണ്ടോ? അവരുടെ കർത്താവിന്റെ മടിയിലേക്ക് വീണെങ്കിലേ നമുക്ക് ഐശ്വര്യം. ഇപ്പൊ എന്താ നമ്മളിന്ന് പഠിച്ചത്? ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ എന്നോ ജീവിതമാണ്? അത് വിശ്വാസത്തിന്റെ ജീവിതമാണ്. എന്താ വിശ്വസിക്കേണ്ടത്? അതൊരു ദാർശനിക ജീവിതമാണ്. മോശ ദിവ്യസുന്ദരൻ എന്ന് കണ്ടതുപോലെ നാം നമ്മുടെ മക്കളെ സംബന്ധിച്ചും നമ്മുടെ ഭാവിയെ സംബന്ധിച്ചും നമ്മുടെ സഭയെ സംബന്ധിച്ചും ഒക്കെ നമുക്ക് ഒരു ദാർശനികത ആവശ്യമാണ്.
അതുപോലെ തന്നെയാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്ന ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ജീവിതമാണ്. സഹോദരന്മാരെ പോയി കാണണം, അവരുടെ താല്പര്യങ്ങൾ അന്വേഷിക്കണം. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് വിലയേറിയത് നിഷേധിക്കുകയും വിശ്വാസത്താൽ ദൈവത്തിന് പിന്നാലെ പോവുകയും ചെയ്യുന്നതാണ്. മിസ്രൈമിലെ നിക്ഷേപങ്ങൾ ഉപേക്ഷിച്ചു ക്രിസ്തുവിന്റെ നിന്ന വലിയ സമ്പത്ത് തന്നെ. അതാണ് വിശ്വാസ ജീവിതം. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകും. പിന്നെ അദൃശ്യനായ ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ രാജാവിന്റെ കോപത്തെ ഭയപ്പെടാതെ ദൈവഹിത പ്രകാരം മുന്നോട്ട് പോകുന്നതാണ് വിശ്വാസ ജീവിതം. വിശ്വാസ ജീവിതം വലിയൊരു തിരഞ്ഞെടുപ്പിന്റെ ജീവിതമാണ്. ഇസ്രായേലിന്റെ സമ്പന്നത വേണോ, ഇസ്രായേലിന്റെ കഷ്ടത വേണോ, രാജകൊട്ടാരത്തിലെ സുഖകരമായ ജീവിതവും ഭരണവും വേണോ, അതോ ക്രിസ്തുവിന്റെ നിന്ന വേണം? അതൊക്കെ വലിയ വലിയ തീരുമാനങ്ങളാണ്. മോശ വിശ്വാസത്താൽ മിസ്രയീം വിട്ടുപോകുന്നു. മിസ്രയീമിൽ നിന്നും മോശ പോകുമ്പോൾ എവിടേക്ക് പോകുന്നുവെന്നോ നീ എവിടെ താമസിക്കണമെന്നോ ഒന്നും ദൈവം അവന് യാതൊരു നിർദ്ദേശവും കൊടുത്തില്ല. ദൈവത്തിന്റെ സമയത്ത് ദൈവം തന്റെ യാത്രയെ അനുഗ്രഹിക്കും. എവിടെ ചെന്നപ്പോഴും അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ അവൻ ഉറച്ചു. അപ്പൊ ദൈവത്തെ കണ്ടതിന്റെ ഉറപ്പിലാണ് ക്രിസ്ത്യജീവിതം ഇരിക്കുക. വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ മറ്റാരും കാണാത്ത കാഴ്ച നാം കാണും. ആ കാഴ്ച കണ്ടവർക്ക് മാത്രമേ വിശ്വാസ ജീവിതം, ക്രിസ്ത്യ ജീവിതം ധൈര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ. ദൈവം ഈ വാക്കുകൾ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.